ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഡേ ആണ് ഞങ്ങളുടെ പട്ടായ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ ഒരു ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഞങ്ങളിതാ ഒരു മിനി ബസ്സാണ് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് 400-500 ബാത്തേ വരത്തുള്ളൂ. നല്ല ലാഭമായിരുന്നു, ബസ്സായിരുന്നു. ഇത് ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളിതാ പട്ടായയിലെത്തി. ഇത് പട്ടായ ബീച്ചാട്ടോ. പട്ടായ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് റൂമുള്ളത്. കുറേ പേര് ചോദിച്ചിരുന്നു നമ്മൾ പാക്കേജിലാണോ വന്നിരുന്നില്ല. ഞങ്ങളുടെ റിസ്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. പാക്കേജൊന്നും എടുത്തില്ല. നമ്മൾ തന്നെ എല്ലാം ബുക്ക് ചെയ്ത് ബസ്സോ ഓട്ടോയോ കിട്ടുന്നത് കയറിയാണ് വന്നത്. ഇത് ഞങ്ങൾ ഓൺലൈനിൽ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എം കാസ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഒരു ഈവനിങ് ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടുത്തെ പ്രത്യേകത ഇത് മെയിൻ സെൻറ്ററാണ്, പട്ടായൻ്റെ സെൻറ്ററാണ്. അത് കാരണം വാക്കിംഗ് സ്ട്രീറ്റ് ആണെങ്കിലും പട്ടായ ബീച്ചും എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസാണ്. നമുക്ക് വേറൊരു വണ്ടി വിളിച്ച് പോകേണ്ട ആവശ്യമില്ല. എല്ലാം വാക്കബിൾ, 5 മിനിറ്റ് നടക്കാനേ ഉള്ളായിരുന്നു എല്ലാം. അത് കാരണം നമ്മൾ മെയിൻ സെൻറ്റർ നോക്കി റൂം എടുത്തു. നിങ്ങളും വരുമ്പോൾ ഇതുപോലെ വാക്കബിൾ ഡിസ്റ്റൻസിലാണെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ദൂരത്ത് പോയി റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും തിരിച്ച് ഇങ്ങോട്ടേക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് അവിടുത്തെ സ്റ്റാഫാണ്. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഞങ്ങളുടെ ക്യാമറയിലേക്ക് വന്നേ. അന്നേരം മെഞ്ചേട്ടൻ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് കയറ്റിയതാട്ടോ. ആ കുട്ടി എന്തൊക്കെയോ തായ് ഭാഷയിൽ പറയുന്നുണ്ട്, ഒന്നും എനിക്ക് മനസ്സിലായില്ലേ. ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞൊക്കെ നിന്ന്. അങ്ങനെ റൂമിൽ കയറി ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്ന് ബീച്ചൊക്കെ കാണാൻ ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് ഒരു ദിവസമേ ടൈമുള്ളൂ. ഇവിടെ അധികം സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റ് ഒന്നും എടുക്കാണ്ട് അപ്പം തന്നെ ഞങ്ങൾ ഫ്രഷായിട്ട് ഇറങ്ങി. ജസ്റ്റ് ബീച്ചിൽ വന്നു. ബീച്ചൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് വിട്ടു. അവിടെ എത്തിയപ്പോൾ അവിടെയും വലിയ ആക്റ്റീവ് ഒന്നും ആയിട്ടില്ല. കുറച്ചുകൂടി നൈറ്റ് ആയാലേ അവിടെ ആക്റ്റീവായി തുടങ്ങുള്ളൂ. പിന്നെ ഞങ്ങൾ ടൈം കളയാതെ നേരെ ടിഫിൻ ഷോയ്ക്ക് വിട്ടു. ഇവിടെ നൈറ്റ് ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ 7 മണി, 8 മണി, 9 മണി, 10 മണി, 7 മണിയൊക്കെ തുടങ്ങുമെന്ന് തോന്നും. അവിടെ ഒരാൾക്ക് 1000 ബാത്താണ്. അങ്ങനെ ഞങ്ങൾ 2000 ബാത്തിൽ ഞങ്ങൾ 2 ആളും കൂടി കയറി. ഇത് ഇവർ ഈ ക്യാഷൊക്കെ പിടിച്ച് നിൽക്കുന്നത് എന്താണെന്നറിയോ? ഈ ജെൻസ് ലേഡീസൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നത് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനാണ്. ഒരാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ 100 ബാത്താണ്. ആ ക്യാഷാണ് ഇവർ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ വേണമെങ്കിൽ നമുക്ക് അവരുടെ കൂടെ പോയി എടുക്കാം. ഈ വീഡിയോയിൽ എത്രമാത്രം വരുമെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയാണ്. എല്ലാവരുടെയും മേക്കപ്പും ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാം നല്ല രസമാണ്. എന്തായാലും ഇവിടം വരെ വന്നേല്ലേ എന്ന് വിചാരിച്ച് ഞാനും കയറി ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു.